ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മലയോര മേഖലയിൽ വന്യമൃഗശല്യത്തിനെതിരെ CPM എടക്കര ഏരിയ കമ്മിറ്റി നിലമ്പൂർ DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. അധികാരികളെ കണ്ണു തുറക്കൂ, കണ്ണു തുറന്ന് കാണൂ നിങ്ങൾ. മലയോരത്തിൻ മക്കളുടെ ജീവിതമാകെ ദുരിതമയം. പ്രതിഷേധം DFO മാർച്ച് സിന്ദാബാദ്. ആ അധികാരമെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ഓഫീസർമാർ അവരാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചുകൊണ്ട് RRT പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവര് പേരിന് ശമ്പളം വാങ്ങുന്നവരായി മാറുന്നതിന് പകരം അവരെ പ്രധാനപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ ആന ഇറങ്ങുന്നു എന്നുള്ളതും ആനക്കാരെ എവിടെയാണ് എന്നുള്ളതും ഒക്കെ വളരെ കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം. അപ്പൊ ആ മേഖലകളിൽ അവരെ വിന്യസിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിച്ചാൽ ആന വരുന്ന വഴി ഏതാണ്, പോകുന്ന വഴി ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതുവഴി അവരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയും. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, കാട്ടാന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ സ്ഥിരം RRT ടീമിനെ വിന്യസിക്കുക, വന്യമൃഗ ആക്രമണത്തെ തുടർന്നുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുക, CCTV ക്യാമറകൾ സ്ഥാപിച്ച് കാട്ടാനകളെ നിരീക്ഷിക്കുക, വനാതിർത്തികളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വനം വകുപ്പ് അനുമതി നൽകുക, വനമിറങ്ങി വരുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നിവ ഉന്നയിച്ചാണ് നിലമ്പൂർ നോർത്ത് സൗത്ത് DFO ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തിയത്. ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DFO ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. എടക്കര, ചുങ്കത്ര, മൂത്തേടം, വഴിക്കടവ്, പോത്തുകല്ല് എന്നീ 5 പഞ്ചായത്തിലെ കർഷകർ ഉൾപ്പെടെ 100 കണക്കിന് പേർ പ്രതിഷേധത്തിൽ അണിനിരന്നു. മാർച്ചിനു ശേഷം DFO ഓഫീസിലെത്തി സമരക്കാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിവേദനവും സമർപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗം P സഹീർ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറിമാരായ KT വർഗീസ്, MT അലി, PK ജിഷ്ണു, AP അനിൽ, PV രാജു, PT യോഹന്നാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.